ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല രുചിയുള്ള ഗ്രീൻ പീസ് കറിയാണ് ഇന്നത്തെ റെസിപ്പിയിൽ തയ്യാറാക്കിയെടുക്കുന്നത്. ചപ്പാത്തി, പുട്ട്, അപ്പം, ഇടിയപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനായിട്ടുള്ള നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്രീൻ പീസ് തലേന്ന് രാത്രി തന്നെ നല്ലതുപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ആദ്യം തന്നെ ഈ ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗ്രീൻ പീസ് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഗ്രീൻ പീസിന് 2 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസിൻ്റെ കൂടെ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ 7 മിനിറ്റ് നേരമാണ് നമ്മളിവിടെ ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഗ്രീൻ പീസ് ഇവിടെ കുക്കായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നാളികേരത്തിൻ്റെ ഒരരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് ചിരകിയ നാളികേരം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരഞ്ഞു കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ദാ ഇവിടെ ഇപ്പോൾ നാളികേരവും പെരുംജീരകവും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇവിടെ നമുക്ക് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസ് കറി തയ്യാറാക്കി തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരണം. സവാള വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇവിടെ ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. സവാള ഈ ഒരു കളർ ആകുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. സവാള ഈ ഒരു പാകത്തിന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 3 പച്ചമുളകാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഗ്യാസ് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 1 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. വേണമെങ്കിൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. തക്കാളി ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. തക്കാളി ഈ ഒരു പാകത്തിന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കണം. നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ ആ ഒരളവിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഗ്രേവിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി അല്പം കുറുകി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ നല്ല രുചിയുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറി. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ പീസ് കറി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും.
ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്